ഇപ്പോൾ ബിനോയ് വിശ്വം AKG സെന്ററിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ 1 മണിക്കുള്ള സെക്രട്ടേറിയറ്റിന് മുൻപ് CPI സെക്രട്ടേറിയറ്റിന് മുൻപ് CPI-യുമായുള്ള ഒരു ചർച്ച, അതിനാണ് ഇപ്പോൾ AKG സെന്ററിലേക്ക് ബിനോയ് വിശ്വം എത്തുന്നു എന്നുള്ള വിവരം. റഷീദ് വിവരങ്ങൾ നൽകും. റഹീസ്, ഇപ്പോൾ ബിനോയ് വിശ്വം AKG സെന്ററിലേക്ക് കയറി കഴിഞ്ഞു. MN സ്മാരകത്തിൽ നിന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ PP സുനീറും സത്യം മുഖേരിയും അല്പസമയം മുമ്പ് AKG സെന്ററിലേക്ക് പുറപ്പെട്ടു. ഒരു 2-3 മിനിറ്റിനകം അവർ AKG സെന്ററിലെത്തും. അവിടെ CPI-യുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരുമായും ആയിരിക്കും ചർച്ചകൾ നടത്തുക. ഇതിനകം തന്നെ അതിലൊരു ഇരു വിഭാഗവും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിൽ അന്തിമ ധാരണകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് AKG സെന്ററിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുക. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ്. പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയും എന്നാണ് CPM നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാണ്, മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണോ മുമ്പാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോഴെന്തായാലും AKG സെന്ററിൽ ബിനോയ് വിശ്വം തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും, അരമണിക്കൂർ കൊണ്ട് ചർച്ചകൾ പൂർത്തിയാക്കി ബിനോയ് വിശ്വവും സത്യമുഖേരിയും PP സുനീറും തിരിച്ച് MN സ്മാരകത്തിലെത്തും എന്നാണ് കരുതുന്നത്. അതിനുശേഷമാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ ധാരണ, ആദ്യം ഫോൺ വിളിച്ചൊരു ധാരണ ഉണ്ടാക്കി, ആ ധാരണ അന്തിമമാക്കുന്നതിന് വേണ്ടി AKG സെന്ററിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. അതിൽ പൂർണ്ണമായ ധാരണകൾ ഉണ്ടാകും. ഈ ധാരണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ അംഗീകാരത്തോടുകൂടി 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിലേക്ക് പോവുകയുമാണ് ചെയ്യുക. അതായത് അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം മാധ്യമങ്ങളോട് പറയും എന്നാണ് CPM നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായി അത് CM ഓഫീസ് അറിയിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങളെ കാണും. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നതാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ മരവിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട, കാരണം ഒഫീഷ്യലി റെക്കോർഡാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ചർച്ചകൾ നടക്കുമോ എന്ന കാര്യം അറിയണം. കാരണം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടല്ല PM ശ്രീ പദ്ധതിയുടെ കരാറിൽ ഒപ്പിട്ടത്. എങ്കിൽ പോലും അത് പക്ഷേ ഈ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തതൊരു മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയും AKG സെന്ററിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ നൽകുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മുഖ്യമന്ത്രി AKG സെന്ററിലെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വവും AKG സെന്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ചർച്ചയിലേക്കാണോ പോകുന്നത്? മുഖ്യമന്ത്രി ബിനോയ് വിശ്വം ചർച്ചയിലേക്കാണോ പോകുന്നത് എന്നാണ് അറിയേണ്ടത്. അതിനുശേഷം മുഖ്യമന്ത്രിയായിരിക്കും തീരുമാനങ്ങൾ വിശദീകരിക്കുക. ഇന്നത്തെ മന്ത്രിസഭായോഗ ശേഷം മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ എന്ന വാർത്താ സമ്മേളനത്തിലാകുമോ ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനു മുമ്പ് CPI-യുടെ വിശദീകരണം ഉണ്ടാകില്ലേ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഹരിമോഹൻ ഉണ്ട് AKG സെന്ററിന് മുന്നിൽ. ഹരി, ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു, ബിനോയ് വിശ്വവും. അപ്പോൾ ഇരുവരും ചേർന്നുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ആരാണിത് വിശദീകരിക്കുക? ആരാണിത് മാധ്യമങ്ങളോട് പറയുക? സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ AKG സെന്ററിൽ എത്തിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ മറ്റ് നേതാക്കൾ, CPI നേതാക്കൾ കൂടി എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ബിനോയ് വിശ്വം AKG സെന്ററിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ബിനോയ് വിശ്വം തൊട്ടു പിന്നാലെയുള്ള വാഹനത്തിൽ എത്തിയിരിക്കുന്നു. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച, ഒരുപക്ഷെ MV ഗോവിന്ദനും അതിനകത്തുണ്ടാകണം. ഒരു ചർച്ചയ്ക്ക് ശേഷം ഇതുമേലൊരു തീരുമാനം മന്ത്രിസഭായോഗ ശേഷം മുഖ്യമന്ത്രിയാണോ വിശദീകരിക്കുക എന്നാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത്. അങ്ങനെയെങ്കിൽ മന്ത്രി K. രാജൻ പ്രതികരിച്ചില്ല. സ്വാഭാവികമായും K. രാജനല്ല അത് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയെ പ്രതികരിക്കുകയുള്ളൂ. അതാണ് ഇവർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്ന കീഴ്വഴക്കമാണത്. CPI നേതാക്കളാരും തന്നെ അതുമേലൊരു തീരുമാനമായി കാര്യങ്ങൾ പറയില്ല. AKG സെന്ററാണിപ്പോൾ കേന്ദ്രബിന്ദു. അവിടേക്ക് PM ശ്രീയിലെ അവസാനവട്ട ചർച്ചകൾ, എങ്ങനെ വേണം ഇത് അറിയിക്കാൻ എന്നുള്ള കാര്യം, ആർക്കും മുറിവില്ലാതെ വേണം മാധ്യമങ്ങളോട് അറിയിക്കാൻ. CPI-യുടെ അഭിമാനക്ഷതമായിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ തീരുമാനം വരുമ്പോൾ, തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകുമ്പോൾ CPM-ന്റെ അഭിമാനക്ഷതമില്ലാതെയും അത് അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കീഴടങ്ങി എന്ന വാക്കൊന്നും ഉപയോഗിക്കരുത് എന്ന് നേരത്തെ CPI നേതാക്കൾ പറഞ്ഞത്. അപ്പോൾ
ഒരുമിച്ച് മുന്നോട്ട് എന്നുള്ള തീരുമാനത്തിലേക്ക് ആത്യന്തികമായി പക്ഷേ CPIയുടെ നിലപാടിലേക്ക് CPM എത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. PM ശ്രീയിൽ നിന്ന് എങ്ങനെ പിന്മാറുന്നു അതാണ് ഇനി അറിയേണ്ടത്. എന്താണ് കേന്ദ്രത്തിന് നൽകാനിരിക്കുന്ന കത്ത് അതാണ് അറിയേണ്ടത്. ആ കത്തിലെ വരികൾ അത് പുറത്തേക്ക് വരുമോ, അത് പുറത്തേക്ക് വിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ, എന്തായിരിക്കും മന്ത്രിസഭായോഗ ശേഷം മുഖ്യമന്ത്രി വിശദീകരിക്കുക. ഇന്ന് വിട്ടുനിൽക്കുമെന്ന് കരുതിയ 4 മന്ത്രിമാരും 4 CPM മന്ത്രിമാരും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള ഘട്ടങ്ങളിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാനെന്ന മട്ടിൽ വാർത്താ സമ്മേളനം നടത്തി അതിന്റെ അവസാനം പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക എന്നൊരു രീതി മുഖ്യമന്ത്രിക്കുണ്ട്. അവിടെയാകും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക എന്നാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി എന്തായാലും AK സെന്ററിൽ എത്തിയിരിക്കുന്നു. പിന്നാലെ ബിനോയ് വിശ്വം എത്തിയിരിക്കുന്നു. ഒരു കൂടിക്കാഴ്ച, അവസാനവട്ട ചർച്ച AKG സെന്ററിൽ നടക്കുന്നു എന്ന് വേണം കരുതാൻ. ഹരിമോഹനുണ്ട്. ഹരി, ഇപ്പോൾ AK സെന്ററിൽ നിർണായക ചർച്ച, അതിൽ മുഖ്യമന്ത്രി ബിനോയ് വിശ്വം MV ഗോവിന്ദനുമുണ്ടോ? സ്മൃതി, നേരത്തെ തന്നെ MV ഗോവിന്ദനും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും AK സെന്ററിൽ തുടരുന്നുണ്ടായിരുന്നു. ഇവർ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി തൊട്ടു പിന്നാലെ എത്തുകയും അതിനുശേഷം ബിനോയ് വിശ്വം, CPI നേതാക്കളായ ബിനോയ് വിശ്വം, K രാജൻ, സത്യൻ മുഖേരി എന്നിവർ AKG സെന്ററിൽ എത്തിയിരിക്കുന്നു. നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അല്പസമയത്തിനുള്ളിൽ നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അസാധാരണമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇത്തരത്തിൽ AKG സെന്ററിലേക്ക് നേരിട്ട് CPI നേതാക്കൾ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി എത്തി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തൊട്ടു പിന്നാലെയാണ് CPI സംസ്ഥാന സെക്രട്ടറി കൂടി എത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയിലേക്ക് ഒരുങ്ങുന്നത്. ആ കൂടിക്കാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ CPM നേതാക്കൾ ഫോൺ വഴി ആശയവിനിമയം നടത്തുകയും ഇക്കാര്യത്തിൽ ഏകദേശ ധാരണ ആയിട്ടുമുണ്ട്. അതിന്റെ തൊട്ടടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിൽ നേരിട്ട് ഒരു ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിലാണ് ഇപ്പോൾ CPI നേതാക്കൾ നേരിട്ട് AKG സെന്ററിലേക്ക് എത്തുകയും അവിടെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച, പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. രാവിലെ മുഖ്യമന്ത്രി നേരിട്ടെത്തുകയും അതിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും MV ഗോവിന്ദനും അതുപോലെ LDF കൺവീനർ TP രാമകൃഷ്ണനും അടക്കമുള്ള നേതാക്കൾ കൂടി രാവിലെ എത്തുകയും അരമണിക്കൂറോളം ചർച്ച നടത്തുകയും ചെയ്തു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. ആ തിരിച്ചെത്തിക്കൊണ്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായത് എന്നുള്ളതാണ്. ഈ ഒത്തുതീർപ്പ് ഫോർമുലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അടുത്ത ഘട്ട ചർച്ച എന്നുള്ള നിലയ്ക്കാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് ധാരണാപത്രം മരവിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. സാധാരണ AKG സെന്ററിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയാത്തതാണ്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് ഇന്നിപ്പോൾ ഇവിടെ കാഴ്ച ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. AKG സെന്ററിലേക്ക് ഇനി എന്തായാലും 3 CPI നേതാക്കൾ കൂടി എത്തി എന്നുള്ളതാണ്. ബിനോയ് വിശ്വം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരാതെ അദ്ദേഹം നേരെ വാഹനം അകത്തേക്ക് കയറ്റുകയും ആ വാഹനത്തിൽ സത്യമുഖേരി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവർ രണ്ടുപേരും നേരെ മാധ്യമങ്ങളുടെ മുന്നിൽ പെടാതെ പോവുകയായിരുന്നു. അതിന് തൊട്ടുപിന്നാലെ മന്ത്രി K രാജൻ എത്തി. നമ്മൾ പ്രതികരണം ചോദിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അല്ല അത് പ്രതികരിക്കേണ്ടത്. പാർട്ടി സെക്രട്ടറി, CPI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നാണ് അത്തരം ഒരു പ്രതികരണം വരേണ്ടത്. തൽക്കാലം എന്തായാലും ബിനോയ് വിശ്വം ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറിയും ഇതിൽ പ്രതികരണം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ വിശദമായി ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനു മുൻപ് AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തണം. അതിന് CPI ഈ ഫോർമുലയുമായി കൊണ്ട് CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI വഴങ്ങണം. അതുമായി ബന്ധപ്പെട്ട്